ലഹരി വിമുക്ത പുളിയന്മല എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുളിയന്മലയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല എക്സൈസ് സബ് ഇൻസ്പെക്ടർ ജി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നാളുകളായി പുളിയന്മലയും പരിസര പ്രദേശങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയാണ് ലഹരി വസ്തുക്കളുടെ കച്ചവടം. അനധികൃത മദ്യവിൽപ്പന സംഘത്തിന്റെ പിടിയിലാണ് മേഖല. ഇത് മദ്യപന്മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. വീടുകളിലും ഓട്ടോറിക്ഷകളിലുമാണ് അനധികൃത മദ്യവിൽപ്പന നടക്കുന്നത്. ഇതോടെ മേഖലയിൽ സ്ത്രീ സുരക്ഷയടക്കം കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ലഹരി വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുളിയന്മലയിൽ ലഹരിമുക്ത പുളിയമല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല എക്സൈസ് സബ് ഇൻസ്പെക്ടർ ജി വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. മദ്യമായാലും മയക്കുമരുന്നായാലും ഉപയോഗിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് നമ്മുടെ നാടിന് തന്നെ ആപത്തായ സംഗതിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വീടുകളിലെ കൊച്ചുകുട്ടികൾക്കും വീട്ടമ്മമാർക്കും നമുക്കുമൊക്കെ കിട്ടേണ്ട ഭക്ഷണത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും, നല്ല വീടിന്, നല്ല വസ്ത്രങ്ങൾക്ക് ഒക്കെയുള്ള സൗകര്യങ്ങൾക്കെല്ലാം വണ്ടമേട് പഞ്ചായത്ത് അംഗം സെൽവി ശേഖർ അധ്യക്ഷയായിരുന്നു. യോഗത്തിൽ എഡിഎസ് പ്രസിഡന്റ് സുമാ തങ്കപ്പൻ, CPIM ലോക്കൽ സെക്രട്ടറി N രാജേന്ദ്രൻ, കോൺഗ്രസ് വണ്ടമേട് മണ്ഡലം സെക്രട്ടറി ജഗദീശൻ അറുമുഖം, നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ജോസഫ്, TV സതീഷ്, മരിയ കൃഷ്ണൻ, രാജി ബിജു, ജിനീഷ് തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.